കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഡംഭം എന്ന് പറയുന്നത് കർത്താവ് വെറുക്കുന്ന ഒരു പാപമാണ് എന്ന് 1 ശമൂവേലിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു. ഡംഭിച്ച് ഇനി സംസാരിക്കരുത്, നിങ്ങളുടെ വായിൽ നിന്ന് അഹങ്കാരം പുറപ്പെടരുത്. യഹോവ ജ്ഞാനമുള്ള ദൈവം, അവൻ പ്രവൃത്തികളെ തൂക്കി നോക്കുന്നു എന്ന് അവിടെ കാണുന്നു. സദൃശവാക്യങ്ങളുടെ പുസ്തകം നാം 6-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: ഗർവമുള്ള കണ്ണും വ്യാജമുള്ള നാവും കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈയും ദുരൂപം നിരൂപിക്കുന്ന ഹൃദയവും ദോഷത്തിന് ബന്ധപ്പെട്ട് ഓടുന്ന കാലും ഭോഷ്ക് പറയുന്ന കള്ളസാക്ഷിയും സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും തന്നെ എന്ന് കാണുന്നു. അപ്പം ദൈവം വെറുക്കുന്ന കുറേ പാപങ്ങളെക്കുറിച്ചാണ് ഇവിടെ കാണുന്നു. ദൈവം നമ്മുടെ പ്രവൃത്തികളെ തൂക്കി നോക്കുന്നു എന്ന് 1 ശമൂവേൽ 2-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഈ പാപങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കണം എങ്കിൽ കൃപ നമുക്ക് കൂടിയേ തീരൂ. കൃപ എന്ന് പറയുന്നത് ദൈവം നൽകുന്ന ഒരു ദാനമാണ്. എന്തെന്ന് വെച്ചാൽ, നമുക്ക് ഈ ലോകത്തെ വെറുക്കുവാനും എല്ലാം സഹിക്കുവാനും കഷ്ടത സഹിക്കുവാനും ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുവാനും നമുക്ക് ദൈവസന്നിധിയിൽ കൃപയോടുകൂടി ഓരോ കാര്യങ്ങൾ ചെയ്യുവാനും ദൈവകൃപ നമുക്ക് ആവശ്യമായിരിക്കുന്നു. ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ നമ്മുടെ ഓരോ പ്രവൃത്തികളെയും കർത്താവ് തൂക്കി നോക്കുന്നു എന്നുള്ള ഭയത്തോടുകൂടെ നാം മുമ്പോട്ട് യാത്ര ചെയ്യണം. ദൈവം പ്രവൃത്തികളെ തൂക്കി നോക്കുമ്പോൾ നാം കുറവുള്ളവരായി കാണപ്പെട്ടാൽ നിർബന്ധമായും നമുക്ക് സ്വർഗരാജ്യത്തിൽ പോകുവാൻ സാധിക്കയില്ല. നാം നരകത്തിൽ തന്നെ ആ പ്രവൃത്തികൾ നമ്മെ കൊണ്ടാക്കും. ആയതുകൊണ്ട് വീണ്ടും 1 ശമൂവേലിൻ്റെ 2-ാം അധ്യായം 3-ാമത്തെ വാക്യവും സദൃശവാക്യം 5-ാമത്തെ അധ്യായം 17 മുതലുള്ള വാക്യവും നാം വായിച്ച് ദൈവസന്നിധിയിൽ രൂപാന്തരപ്പെടുവാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, സ്വർഗരാജ്യത്തിലേക്ക് വേണ്ടി നിൻ്റെ സന്നിധിയിൽ വരുവാൻ ഓടുന്ന അല്ലെങ്കിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ ദൈവ പൈതലെ അപ്പൻ്റെ കരങ്ങൾ തരുന്നു. ദൈവമേ, നിൻ്റെ വചനത്തിന് അനുസരിച്ച് നിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചും കൊണ്ട് ഓരോ ദിവസവും നമ്മുടെ പ്രവർത്തികളെ തൂക്കി നോക്കുന്നു എന്നുള്ള ഭാവബോധത്തോടും ഭയത്തോടും കൂടെ ഈ ലോക ജീവിതം നയിപ്പാൻ ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.